ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 34 ലൗകിക വിരക്തിയുടെ തെളിനീർ. ഭാഗം 34 ലൗകിക വിരക്തിയുടെ തെളിനീർ ഇവിടെ ആരംഭിക്കുന്നു. അധ്യാപക വൃത്തിക്കും അതിനിടയിലുള്ള ദേശസഞ്ചാരത്തിനുമിടയിൽ നാണുവാശാൻ വല്ലപ്പോഴും മാത്രമേ കുടുംബ വീടായ വയൽവാരം വീട്ടിലെത്തിയിരുന്നുള്ളൂ. കുടുംബകാര്യങ്ങളിൽ യാതൊരുവിധ ശ്രദ്ധയും പുലർത്താതിരുന്ന നാണുവിൻ്റെ പ്രകൃതത്തിൽ മാടനാശാനും കുട്ടിയമ്മയും അമ്മാവൻ കൃഷ്ണൻ വൈദ്യരും ഒരുപോലെ ഉത്കണ്ഠാകുലരായിരുന്നു. നാണുവിന് അന്ന് 29 വയസ്സായിരുന്നു പ്രായം. നാട്ടുനടപ്പനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ കൂട്ടാക്കാതെ സ്വജനങ്ങൾക്കിടയിൽ തനിയെ നടക്കുന്ന നാണുവിനെ ഒരു വിവാഹബന്ധത്തിലേർപ്പെടുത്തുവാൻ അവർ നിശ്ചയിച്ചു. ആ വിവരം ചെമ്പഴന്തി ഭവനവുമായും നാണുവാശാനുമായും ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു വാത്തി മുഖാന്തിരം നാണുവിനെ വീട്ടുകാർ അറിയിച്ചു. മാടനാശാൻ്റെ ഒരു മാതൃ സഹോദരിയുടെ മകളായ കുറുമ്പയുടെ മകൾ പാർവതി അഞ്ചുതെങ്ങിലായിരുന്നു താമസം. അവരുടെ മകൾ കാളിയമ്മയെയാണ് നാണുവാശാൻ്റെ ജീവിത പങ്കാളിയായി തീരുവാൻ ബന്ധുക്കൾ കണ്ടെത്തിയിരുന്നത്. ഇരു കുടുംബക്കാരും ചേർന്ന് അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് വിവാഹം നടത്തുവാൻ തീരുമാനിച്ചു. ആ വിവരങ്ങളെല്ലാം വാത്തിയിൽ നിന്നും നാണു അപ്പോൾ തന്നെ അറിഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും വീട്ടുകാരാൽ നിശ്ചയിക്കപ്പെട്ട തൻ്റെ വിവാഹം നടത്തുവാനോ മുടക്കുവാനോ നാണുവാശാൻ ഒരുമ്പെടുകയുണ്ടായില്ല. വിവാഹത്തിന് പറഞ്ഞുറപ്പിച്ചിരുന്ന ദിവസം വന്നെത്തി. പതിവ് പോലെ നാണുവാശാൻ അന്നും വയൽവാരം വീട്ടിൽ എത്തുകയുണ്ടായില്ല. വരൻ്റെ സഹോദരി വധുവിൻ്റെ ഭവനത്തിലെത്തി പുടവ കൊടുത്ത് വധുവിനെയും കൂട്ടി വരൻ്റെ ഭവനത്തിലെത്തുന്ന ഒരു പതിവ് അന്ന് നടപ്പിലുണ്ടായിരുന്നു. അതിനാൽ വരൻ എന്ന നിലയിലുള്ള നാണുവാശാൻ്റെ സാന്നിധ്യം ആ വിവാഹത്തിന് നിർബന്ധമായിരുന്നില്ല. അങ്ങനെ മുറപ്രകാരം നാണുവാശാൻ്റെ അടുത്ത ബന്ധുക്കളും കാരണവന്മാരും സഹോദരിമാരും അഞ്ചുതെങ്ങിലെ കാളിയമ്മയുടെ ഭവനത്തിലെത്തി. നാട്ടാചാരപ്രകാരം നാണുവാശാൻ്റെ സഹോദരി കാളിയമ്മയ്ക്ക് പുടവ കൊടുത്തു. തുടർന്ന് നവവധുവിനെയും കൂട്ടി ബന്ധുക്കൾ ഭർതൃഗ്രഹമായ വയൽവാരം വീട്ടിൽ മടങ്ങിയെത്തി. ബന്ധുഗ്രഹങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരുന്നവരൊക്കെ അന്തിയാകും മുമ്പ് തന്നെ സ്വഭവനങ്ങളിലേക്ക് മടക്കമായി. കുട്ടിയമ്മയും മാടനാശാനും നാണുവിൻ്റെ സഹോദരിമാരും കാളിയമ്മയും ശേഷിച്ച വയൽവാരം വീട്ടിൽ ഒരാൾ മാത്രം അന്നും വന്നെത്തിയില്ല, നാണുവാശാൻ. ആശാന്റെ കാൽപ്പെരുമാറ്റം കേൾക്കുവാൻ കൊതിച്ചവരെല്ലാം നിരാശരായി. 2 മാസം കഴിഞ്ഞു. കാളിയമ്മയുടെ സങ്കടവും ബന്ധുജനങ്ങളുടെ ആവലാതിയും വാത്തിയിൽ നിന്നും അറിഞ്ഞ നാണുവാശാൻ ഒരു നാളിൽ വയൽവാരത്തെത്തി. വീട്ടുകാർ നിർബന്ധിച്ചിട്ടും അന്ന് വീട്ടിനുള്ളിലേക്ക് കയറിയില്ല. ചാണകം മെഴുകി മിനുസപ്പെടുത്തിയിരുന്ന ആ വീടിൻ്റെ തിണ്ണയിൽ കയറി കുറച്ചുനേരം ഇരുന്നു. സമചിത്തതയോടെ കാളിയമ്മ ഇറങ്ങി വന്നു. കയ്യിൽ കരുതിയിരുന്ന 2 പഴവും മറ്റു പലഹാരങ്ങളും ഭവ്യതയോടെ നാണുവാശാൻ്റെ മുന്നിൽ വെച്ചു. അതിൽ നിന്നും ഒരു പഴമെടുത്ത് നാണുവാശാൻ കഴിച്ചു. 2ാമത്തെ പഴമെടുത്ത് കാളിയമ്മയ്ക്ക് നൽകി. നാണുവാശാൻ്റെ നിസ്സംഗതയ്ക്ക് മുന്നിൽ കാലം പോലും ഒഴിഞ്ഞു നിന്നൊരു വേളയായിരുന്നു അത്. അല്പനേരം കഴിഞ്ഞ് നാണുവാശാൻ പുറപ്പെടാനായി എഴുന്നേറ്റു. ഇറങ്ങും മുമ്പ് മുറ്റത്ത് നിന്നുകൊണ്ട് നാണുവാശാൻ ഇങ്ങനെ പറഞ്ഞു: ലോകത്തിൽ ഓരോരുത്തരും ഓരോ കാര്യസാധ്യത്തിനായി ജനിക്കുന്നവരാണ്. എനിക്കും നിങ്ങൾക്കും ഓരോ പ്രത്യേക കാര്യം സാധിക്കേണ്ടതായി ഉണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ. ലൗകിക വിരക്തിയുടെ ആ തെളിമയിൽ തൻ്റെ ഹൃദയം ചേർത്ത് നിർത്തുവാൻ കാളിയമ്മയ്ക്കായില്ല. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ,
പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 34 ലൗകിക വിരക്തിയുടെ തെളിനീർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.